Hello friends. Mallu Carpenter പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത്. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? കടല മിഠായി. ഇനി നമ്മൾ കടല മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ് കടല മിഠായി. ശരിക്കും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങുന്ന പോലെ അതേപോലെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള കടല മിഠായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യം നമ്മൾ ട്രൈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലൂബ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഈ കടലമുട്ട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മളെ നിലക്കടല 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ തൂക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം. അതുപോലെ ശർക്കര എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. അതായത് കടല എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ 1/3 ശർക്കര വേണം. നമുക്ക് മെൽറ്റ് ചെയ്യാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട് ശർക്കരൻ്റെ പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആകെ 1/4 ടീസ്പൂണേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ആദ്യം നമ്മളെ കടല വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റൗ എടുത്തിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു വറുക്കാനായിട്ടുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കടല വറുക്കണമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ സാധാരണ മണലിലാണ് കടല വറുക്കുക. അപ്പോഴേ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് അതിൻ്റെ ഹീറ്റ് കിട്ടി എല്ലാ ഭാഗവും ഒരുപോലെ വേവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മണൽ അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ സാധാരണ പൊടിയുപ്പില്ലേ, ഈ പൊടിയുപ്പ് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ അതിന് മുമ്പ് ഉപയോഗിച്ച പൊടിയുപ്പ് തന്നെയാണ് കടല വറുക്കാൻ വേണ്ടി ഉപയോഗിച്ച പൊടിയുപ്പ് തന്നെ ആയതുകൊണ്ടാണ് അതിൽ കടലിൻ്റെ കുറച്ച് നമുക്കത് വീണ്ടും ഇതുപോലെ എടുത്തു വെച്ച് പിന്നെയും കടല വറുക്കാൻ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇത്രയും പൊടിയുപ്പ് നമ്മളിങ്ങനെ വീണ്ടും പുതിയ തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആ സ്റ്റൗ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപ്പ് നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ ഉപ്പിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അറിയാലോ കടല വറുക്കാൻ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വേവായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ കടലൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് കൂടുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് മാറ്റണം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. വേണ്ട നമ്മളെ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് ശർക്കരയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മളെ ശർക്കര ആകുമ്പോൾ എന്താണ് പഞ്ചസാര പോലെ ഒന്നല്ല. നമ്മളെന്ത് ചെയ്യണം? ജസ്റ്റ് മെൽറ്റായി കഴിഞ്ഞ ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇത് അതേ പാത്രത്തിൽ വെച്ച് ടൈറ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ശർക്കര അത്യാവശ്യം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ അവിടെ ചേർക്കുന്നില്ല. കാരണം നമ്മളെന്താ വെച്ചാൽ നോർമൽ ടൈപ്പ് ഒരു കടലമിഠായിയാണ് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ നോർമലായിട്ടുള്ളൊരു കടലമിഠായിയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കടല ഇതിലേക്ക് ചേർക്കാനായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ വെള്ളത്തിലേക്ക് ജസ്റ്റ് നമുക്കിതൊന്ന് ഉറ്റിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉറ്റിച്ച് ഇത് നമ്മൾ ജസ്റ്റ് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇപ്പോൾ ക്രിസ്പി ആയിട്ട് ഇത് പൊട്ടുന്നുണ്ട്. അങ്ങനെ ക്രിസ്പി ആയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടല ചേർക്കാനായി എന്നാണ് ചേർത്തത്. അപ്പോൾ നമുക്ക് കടല ഇതിലേക്ക് ചേർക്കാം. കടല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ ഇത് ഒഴിക്കാനുള്ള ട്രേ ഒക്കെ റെഡിയാക്കി വെക്കണം. ഇത് വേഗം ഇതിലിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത ശർക്കര വളരെ കുറവാണെന്നൊക്കെ തോന്നും ഫസ്റ്റിൽ. പക്ഷേ അത് മിക്സ് ആയി കഴിഞ്ഞാൽ കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കറക്റ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള റേഷ്യോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിങ് സ്പീഡാക്കി കൊടുക്കേണ്ടി വരും.
മിക്സിങ് സ്ലോ ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നമ്മളെ ശർക്കര എത്താത്ത പ്രശ്നമൊക്കെ വരും. അപ്പോൾ മിക്സിങ് കറക്റ്റായി ചെയ്യാം. അപ്പോൾ നമുക്കിത് വേഗം ട്രേയിലേക്ക് മാറ്റാം. ട്രേയിലേക്ക് മാറ്റി ഉടനെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഈ ഷേപ്പിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഇപ്പോൾ എല്ലാം പ്രസ് ചെയ്ത് നമ്മൾ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട ഷേപ്പിൽ വേണ്ട വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. പിന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കടലമിഠായി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കടലമിഠായി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മിഠായിയാണ് കടലമിഠായി. ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമിഠായി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.